അല്ല, അദ്ദേഹം മുഖ്യമന്ത്രി അങ്ങനെ വിശ്വസിച്ചിട്ടാണ്, ആരും കാണില്ല എന്ന് വിശ്വസിച്ചിട്ടാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൽ പിഴച്ചു പോയതാണ് എന്നാണ് ഇന്ന് വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ വാർത്താക്കുറിപ്പിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, മലബാർ സിമെൻറ്റ് ലിമിറ്റഡും ടാറ്റയുടെ പ്രൊജക്ട് ഗ്രൂപ്പിൻ്റെ ഭാഗമായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചി പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നുള്ള സംയുക്ത സംരംഭത്തിന് സർക്കാർ സൗകര്യമൊരുക്കിയത്. പദ്ധതിക്ക് ആവശ്യമായ പ്രധാന അനുമതികളെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അപ്പോൾ നേരത്തെയുള്ള ഒരു പദ്ധതിയാണ് എന്ന് തന്നെ ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഈ സർക്കാർ വന്നിട്ട് 2 മാസമുള്ളൂ. 2 മാസം കൊണ്ട് എത്ര വലിയ പദ്ധതിക്ക് അതിൻ്റെ MOU ഒപ്പിടുക, അല്ലെങ്കിൽ അതിനകത്ത് ബാക്കി അനുമതികളെല്ലാം ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു സംവിധാനത്തിൽ തന്നെ അതിൻ്റേതായ കാലതാമസം ഉണ്ടാവും എന്ന് നമുക്കറിയാം. അപ്പോൾ അതല്ല. പിന്നെ മിഷൻ സമുദ്ര എന്നത് സതീശൻ്റെ വിഷനും അദ്ദേഹത്തിൻ്റെ സ്വപ്നവുമാണ്. അതിനുള്ള സാധ്യതകൾ കേരള തീരത്തുണ്ട്. ബജറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ആശയത്തിന് സാധ്യതകളുണ്ട്. അത് നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ അത് ഒരുപാട് വർഷങ്ങളെടുത്തു മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്ന, കേരളം പോലൊരു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് എന്നതിലും സംശയമില്ല. അപ്പം ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കാൻ കഴിയുക എന്നതിലേക്കായിരുന്നു VD സതീശൻ ഊന്നേണ്ടിയിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇത്തരം ചില പദ്ധതികൾ വരുന്നു, ഇത് ചിലതിലേക്ക് ഞങ്ങൾ ചർച്ചകളിലേക്ക് പോയി എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അല്ലാതെ ഞങ്ങൾ പ്രഖ്യാപിച്ച ഉടൻ വന്നു, ഇങ്ങനെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 കോടിയുടെ വന്നിരിക്കുന്നു എന്ന ധ്വനി നൽകുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയെടുത്താണ്. അദ്ദേഹം വന്നു എന്ന് പറഞ്ഞാൽ അതൊരു പിഴച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. അത് അദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചിരിക്കുക ഈ ടാറ്റ ഗ്രൂപ്പ് ഈ പദ്ധതി ഇല്ല എന്നിപ്പോഴും പറയുന്ന ആരാണ്? ടാറ്റയുടെ ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തയാണ്. പക്ഷെ അപ്പോഴും ടാറ്റയുടെ പ്രൊജക്ടിൻ ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡുമായി സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഇന്നത്തെ PRD വാർത്താക്കുറിപ്പിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇല്ലാതെ ആവർത്തിച്ച് വീണ്ടും ടാറ്റയെ കുറിച്ച് പറയുക. പ്രത്യേകിച്ച് സിംപിളി ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അന്ന് ആ വാർത്ത വരുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്കാണ്. രാവിലെ 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി. 1.25 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഏറ്റവും വലിയ സംഗതി ഇതാണ്. ആ വാർത്താ സമ്മേളനത്തിൽ പറയട്ടെ, അദ്ദേഹം ക്യാബിനറ്റ് വിശദീകരിച്ചതും ബാക്കി ബ്ലൂംബർഗിന് നൽകിയ ഇന്റർവ്യൂ ചിലപ്പോൾ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ആവാം. എത്രയോ മുമ്പുള്ള കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ വന്നാൽ അത് വാർത്താക്കുറിപ്പ് ഇറക്കില്ലേ PRD? അവിടെയാണ് ഞാൻ പറയുന്നത്, സതീശന് അക്കാര്യത്തിൽ വാർത്താക്കുറിപ്പൊന്നുമല്ല, അത് വലിയ നമ്മളോട് പറയണ്ടേ, അത് വലിയ രീതിയിലുള്ള പ്രഖ്യാപനമായിട്ട് തന്നെയാണ് സർക്കാർ അങ്ങനെ ഉണ്ടെങ്കിൽ നടന്നത്. ഞാൻ പറഞ്ഞു, ഇത് സതീശൻ പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് പിഴച്ചതാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ ഈ മിഷൻ സമുദ്ര എന്ന പദ്ധതിയും അദ്ദേഹത്തിന്റെ വിഷനെയും പൂർണ്ണമായും നിരാകരിക്കാനോ തള്ളിക്കളയാനോ ഈ ഘട്ടത്തിൽ തയ്യാറല്ല. അതിന് ആരുമല്ല. ആ സാധ്യത 10,000 കോടി കിട്ടിയെന്നുള്ളത് പുള്ളി പിഴച്ചതാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാനത് പർപ്പസ്ഫുള്ളായി നുണ പറയുകയും ആ നുണയിൽ നിന്നുകൊണ്ട് കെട്ടിപ്പൊക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് നടത്തിയ പരാമർശമാണെന്ന് എന്ന് പറയുന്നില്ല. അതെന്താന്ന് പറഞ്ഞാൽ, ടാറ്റ ഇന്ത്യയിൽ തന്നെയുള്ളൊരു കമ്പനിയാണ്. ഇങ്ങനെ 10,000 കോടിയുടെ ഒരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ടാറ്റയോട് ബിസിനസ് ജേർണലിസ്റ്റുകളായോ ബന്ധമുള്ള ഒരുപാട് പേരുണ്ടാവും. അവർ ഈ ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെടുമെന്നും അപ്പോൾ അവർ ഇങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്ന് വിശദീകരിക്കുകയും ചെയ്യുമെന്ന കാര്യം അദ്ദേഹത്തിന് ഊഹിക്കാവുന്നതാണല്ലോ. അപ്പോൾ മനസ്സിലുള്ള ഏതൊക്കെയോ കാര്യങ്ങൾ കൂട്ടിപ്പറഞ്ഞപ്പോൾ നടത്തിയ ഒരു പിഴവായി ഞാൻ അതിനെ ഈ ഘട്ടത്തിൽ കണക്കാക്കുകയാണ്. അത് ഗംഭീരമായ ഒരു കള്ളം അവതരിപ്പിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ഈ പിഴവ് സംഭവിച്ച പിന്നെ തിരുത്തുന്നത് ഇങ്ങനെയാണോ? 10,000 കോടിയാണ് മൊത്തം പോർട്ട് സിറ്റിയുടെ പ്രൊജക്ട് നിക്ഷേപം എന്ന് പറയുന്നത്. അത് വീണത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്ന ഒരു പരിപാടി. ഒരു നുണ പറഞ്ഞാൽ അത് കവർ ചെയ്യുന്നത് വീഴ്ച സംഭവിച്ചു. വീഴ്ചയല്ല ഇത്. അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങളിലും കേരളത്തിലൊരു അതിഗംഭീരമായിട്ടുള്ള ഗവൺമെന്റ് വന്നിരിക്കുന്നു. ആ ഗവൺമെന്റ് വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു, പുതിയ പരിപാടികൾ കൊണ്ടുവരുന്നു, ഗവൺമെന്റ് കൊള്ളാം എന്ന ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള വ്യാജമാണ്. ആ വ്യാജം അദ്ദേഹം ഇവിടെ പറഞ്ഞില്ലല്ലോ. ആ പിഴവാണെങ്കിൽ അത് അദ്ദേഹം ക്യാബിനറ്റിലും ബ്രീഫിംഗിലും പറഞ്ഞേനെ. അദ്ദേഹത്തിന് മനസ്സിലാക്കൽ പ്രശ്നമാണെങ്കിൽ അദ്ദേഹം ക്യാബിനറ്റ് ബ്രീഫിംഗിലും പറഞ്ഞേനെ ടാറ്റ 10,000 കോടി നിക്ഷേപിക്കാൻ പോകുന്നു. പറഞ്ഞില്ലല്ലോ. ഇവിടെ പറഞ്ഞാൽ എക്സ്പോസ് ചെയ്യപ്പെടുന്ന അറിയാം. അവിടെ ആകുമ്പോൾ സൗകര്യത്തിൽ പറഞ്ഞു പോകാം. VD സതീശൻ കേരളം പോലെ മാധ്യമ സാക്ഷരതയുള്ള ഒരു നാട്ടിൽ ബ്ലൂംബർഗിന് ഒരു ഇന്റർവ്യൂ കൊടുത്താൽ അത് കേരളത്തിലെ മാധ്യമങ്ങളിൽ എപ്പോഴെങ്കിലും വാർത്തയാകുമെന്ന് അറിയാത്ത ആളാണോ സതീശൻ? പിന്നെന്താ ഇവിടെ പറയാത്ത നമ്മളോട്?
അത് വേറെ പ്രശ്നമാണ്. ആ വിഷയത്തിൽ ഇതെന്താണ് ആ ചോദ്യം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നിങ്ങൾ അതിന്റെ ഇപ്പം പ്ലേ ചെയ്തതിന്റെ മുൻ പാട്ട് തൊട്ട് കൊടുക്കുക. അവിടെ പറയുന്നത് അദാനിയുമായുള്ള ഈ വിഴിഞ്ഞവുമായുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു പുള്ളി സതീശന്റെ മനസ്സിൽ ടാറ്റയുമായി ബന്ധപ്പെട്ട പദ്ധതി ഉണ്ട്. ഈ ഇപ്പോഴത്തെ വാർത്താക്കുറിപ്പിലും വിശദീകരിക്കുന്ന ആ പദ്ധതിയുണ്ട്. പക്ഷെ ടാറ്റയുടെ മനസ്സിലതില്ല. അവിടെയാണ് ഇതിനകത്തെ പ്രശ്നം കിടക്കുന്നത്. ടാറ്റ ഇപ്പോൾ ഈ പറയുന്ന പദ്ധതിയിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷെ അത് വെച്ചുകൊണ്ട് മറ്റു നിക്ഷേപങ്ങളും കൂടെ ചേർത്ത് വെച്ച് പറയാൻ ശ്രമിച്ചതോ അല്ലെങ്കിൽ അതിനെ നേരത്തെ സംബന്ധിച്ചോ മനസ്സിലാക്കിയതിലോ. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പരിചയമുള്ള PD സതീശനറിയാം, ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ അത് പൊളിയാൻ വലിയ സമയമൊന്നും വേണ്ട. നാളെ മുതൽ നമ്മൾ തന്നെ ചോദിക്കില്ലേ ഈ ടാറ്റയുടെ പദ്ധതി എവിടെയെന്ന് 1 മാസം കഴിയുമ്പോഴെങ്കിലും ചോദിച്ചു തുടങ്ങിയില്ലേ? അല്ലെങ്കിൽ ഇതേ മാധ്യമ സ്ഥാപനങ്ങൾ അടിച്ചു വരില്ലേ? ഞാനിപ്പോഴും ഈ പദ്ധതിയെക്കുറിച്ചുള്ള വാർത്ത ബ്ലൂംബർഗിൽ വന്ന ദിവസം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ഷിപ്പ് നോക്കുന്ന സനൂപിനോട് ഞാൻ വിളിച്ചിരുന്നു. സനൂപ് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പദ്ധതി ഈ പറയുന്നത് തെറ്റാണ്, 10,000 കോടിയുടെ നിക്ഷേപം ഇറക്കാം എന്ന് ടാറ്റ ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല എന്ന് വിവിധ സോഴ്സുകളിൽ നിന്നുള്ള വെച്ചിട്ടുകൊണ്ട് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നു ഇത് സതീശൻ ഒരു പിഴച്ചതാണ്. മനഃപൂർവ്വം അദ്ദേഹം പൊളിയുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം ആരെങ്കിലും അവതരിപ്പിക്കുമോ? പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി തനിക്ക് പൊളിഞ്ഞു ഒരു 5 മിനിറ്റ് പോലും നിൽക്കില്ല. ഇത് കണ്ടോ, 2ാമത്തെ ദിവസം 2ഓ 3ഓ ദിവസം ആകുമ്പോഴേക്കും വേറെ വാർത്തകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് പിഴച്ചു പോകും എന്നോ. പക്ഷെ ബോട്ട് ഷിപ്പാക്കി മാറ്റിയത് തള്ളാണ്. അദ്ദേഹത്തിന്റെ ആ മനസ്സിലാക്കൽ സർക്കാർ നിൽക്കുന്നുണ്ട്. 100 ടൺ ഉള്ളത് അല്ല സർക്കാരിന്റെ നിങ്ങൾ ആ വാർത്താക്കുറിപ്പിൽ കണ്ടില്ലേ? ഷിപ്പിനൊക്കെ എന്ത് തൂക്കം അല്ല അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലാക്കൽ ശേഷി അത്രയാണ്. അദ്ദേഹം നമ്മൾ മനസ്സിലാക്കണം. വാർത്താക്കുറിപ്പിൽ ഇപ്പോഴും അങ്ങനെയാണ്. അത് കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ജോയിന്റ് വെഞ്ചർ എന്ന നിലയിലാണ് സർക്കാർ ഇപ്പോഴും അവതരിപ്പിക്കുന്നത്.